ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു നാടൻ നെയ്യപ്പമാണ്. ഒരു നെയ്യപ്പം പെർഫെക്റ്റ് ആകണമെങ്കിൽ അതിന് നല്ല ഷേപ്പ് ഉണ്ടായിരിക്കണം. പിന്നീട് പുറമേ നല്ല ക്രിസ്പി ആയിരിക്കണം. അകം നല്ല മാർദ്ദവം ഉണ്ടായിരിക്കണം. ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം. ഒരു 5 മണിക്കൂറെങ്കിലും കുതിർത്താൻ വെക്കണം. ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് 3 ശർക്കര ആണി അരിയിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ കുതിർത്താൻ വെച്ചിരിക്കുന്ന അരി ഒന്ന് ഊറ്റിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായ ശർക്കര പാനി ഒരു തരിപ്പ വെച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരക്കരുത്. ഇതിലേക്ക് 3 വലിയ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും അരച്ചെടുക്കുമ്പോൾ ചെറിയ തരി ഉണ്ടായിരിക്കണം. ഇതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എള്ളിട്ടതിന് ശേഷം കൂടുതൽ സമയം അടുപ്പിൽ വെക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇറക്കി വെക്കണം. ഇതിലേക്ക് ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അപ്പോൾ തന്നെ ചുട്ടെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം ഈ മാവ് ഇരിക്കാൻ. ഇഡ്ഡലി മാവിൻ്റെ അത്ര കട്ടി പാടില്ല, ദോശമാവിൻ്റെ അത്ര ലൂസാകാനും പാടില്ല. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ മാവ് കോരിയൊഴിക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് നെയ്യപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്താലും മതി. ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. അതിന് ശേഷം ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് തീ വെക്കേണ്ടതാണ്. 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇതിനി മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്ത മാവും ഇതേമാതിരി തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ മാവ് കോരി ഒഴിക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. പിന്നീട് അത് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നെയ്യപ്പം ചുട്ടെടുക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. പുതുതായി
ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.